ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നിപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ സ്വന്തം അളിയൻ്റെ സ്റ്റുഡിയോ ഇനോഗ്രേഷന് വേണ്ടിയിട്ടാണ്. ഷാർക്ക് വീഡിയോസ് സേലത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ പുലർച്ചയ്ക്ക് സേലം ട്രെയിനിൽ പോയി അവിടെ എത്തി. രാവിലെ മോർണിംഗ് അവിടെ എത്തി, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനായി പറ്റിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ. അപ്പോൾ സ്റ്റുഡിയോൻ്റെ അകത്ത് കയറുന്ന നല്ല ഭംഗിയിൽ അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു തുടക്കമാണ്. ഇതിൽ നിന്ന് ആൾക്ക് വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാവട്ടെ. അപ്പോൾ എന്തായാലും സേലത്തുള്ളവരാണെങ്കിൽ ഇവിടെ പോയി വീഡിയോ ഒക്കെ ഏൽപ്പിക്കാം. അപ്പോൾ രാവിലെ തന്നെ അവിടെ ഉസ്താദ് വന്ന് ചെറിയ മുസ്ലിം മതപ്രകാരമുള്ള കുറച്ച് ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം അവർ ഇനോഗ്രേറ്റ് ചെയ്തു. ഇപ്പോൾ ചെറിയൊരു നാട കെട്ടിയത് അകത്തേക്ക് പ്രവേശിക്കുന്ന ഒരു രംഗമാണ് കേട്ടോ. ഞങ്ങൾ പോകുമ്പോഴേക്കും അതെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അകത്തേക്ക് നമ്മൾ കയറുന്നുണ്ട്. ആ വൈറ്റ് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ അളിയൻ ആ മുന്നിൽ കയറിയത്. ഇതൊക്കെ ആളുടെ കസിൻസാണ്. പിന്നെ കുറച്ച് ഫോട്ടോസും ഇതൊക്കെ കണ്ടത് ഷാർക്ക് വീഡിയോസ്. അപ്പോൾ എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡ്. തമിഴ്നാട് പോയാൽ പിന്നെ ബിരിയാണി നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ചില്ലി എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അകത്തേക്ക് കയറി ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല രീതിക്കുള്ള ഡെക്കറേഷൻസ് ആയിരുന്നു അവിടെ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ലൈറ്റും കാര്യങ്ങളും ഫോട്ടോസും എല്ലാം ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എടുക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം തിരക്ക് കാരണം നമുക്കതൊന്നും അങ്ങോട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എന്തൊക്കെ കാണിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി വീഡിയോസ് നമുക്ക് നല്ല രീതിക്ക് കിട്ടുമ്പോൾ നന്നായി പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ കഥാനായകൻ അളിയൻ. ഇതാണ് ഞാൻ പറഞ്ഞ അളിയൻ്റെയാണ് ഈ സ്റ്റുഡിയോ. അപ്പോൾ അളിയനിക്ക് ഈ ഫോട്ടോഗ്രാഫി ഭയങ്കര ഒരു ക്രൈസാണ്. അപ്പോൾ അങ്ങനെ ആളെടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കാണിച്ചു. ആൽബംസ് ഉണ്ടായിരുന്നു. അതൊന്നും കാണിക്കാനുള്ളൊരു ടൈം കിട്ടിയില്ല. തിരക്കായിരുന്നു, എല്ലാവർക്കും തിരക്കായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് നേരം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്ത് ഈവനിങ് ആണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നത് ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട്. അപ്പോൾ ഷാർക്ക് വീഡിയോസിന് എല്ലാവരും ബോഡികൾ കണ്ട്. അപ്പോൾ ഇനി ഞങ്ങളുടെ കുറച്ച് പ്രഹസനം. അപ്പോൾ നല്ല ഗ്ലാസ് കണ്ടപ്പോൾ നമ്മൾ വിടാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഗ്ലാസ്സിൽ ഞങ്ങൾ കുറച്ച് വീഡിയോസ് എടുത്തു. ഫോട്ടോസ് എടുക്കാൻ മറന്നു, കുറച്ച് വീഡിയോസ് എടുത്തു. അപ്പോൾ എന്തായാലും ഇതന്നെയുള്ളൂ, കുറച്ച് ചെറിയൊരു ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയൊരു വീഡിയോസ്. അപ്പോൾ നല്ല രീതിക്ക് അടിപൊളി ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണം പറയേണ്ട വേറെ ലെവൽ തന്നെയായിരുന്നു. അപ്പോൾ മേലെയാണ് ഭക്ഷണം കഴിക്കാനുള്ളത് നമുക്ക് അവിടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും മേലെ പോയി ഭക്ഷണം കഴിക്കുന്നൊരു കുഞ്ഞ് കുഞ്ഞ് സീന് കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ കഴിച്ച് ഇതൊക്കെ കസിൻസാണ് കേട്ടോ. എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഫാമിലി മൊത്തം അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും പോയി അങ്ങനെ അവിടെ ഇരുന്നു. എല്ലാവരും റെഡിയായിങ്ങനെ കഴിക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. സാലഡ് വന്നു, ഐസ്ക്രീം വന്നു, നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി വന്നു. എൻ്റെ അനിയനാണേ. ചിക്കൻ ബിരിയാണി വന്നു, തമിഴ്നാട് ബിരിയാണി പറയാതിരിക്കാൻ പറ്റില്ല. ഒരു രക്ഷയില്ല, അത്ര ടേസ്റ്റായിരുന്നു. നല്ല ചിക്കൻ പീസും പിന്നെ കായ്ച്ചാറ് എൻ്റെ ഒരു ഫേവറേറ്റാണ്. അതില്ലാതെ എനിക്ക് ബിരിയാണി കഴിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. പിന്നെ കായ്ച്ചാറ് ഇങ്ങനെ ഒഴുകി പോകുക കേട്ടോ. അത് കുറച്ച് നീക്കി തന്നാണേ. അതിനുശേഷം നല്ല ചില്ലി വന്നു. വായിൽ വെള്ളം വിടുക അതൊക്കെ പറയുമ്പോൾ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കഴിച്ച് നമ്മൾ ഹാപ്പി ആയിട്ട് നടന്നു വന്നു. ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.